إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يوم يحمى عليها في نار جهنم فتكوى بها جباؤهم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ ഭയഭക്തരിൽ ഉൾപ്പെടണമേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിലെ പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റമളാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കാൻ തൗഫീക്ക് ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ഓരോ ആരാധനാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് പ്രതിഫലാർഹമായ സ്വീകാര്യയോഗ്യമായ കർമ്മങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുവാനുള്ള മാസമാണ്. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിനെയും ശുദ്ധീകരിക്കാനുള്ള ഒരു മാസമാണ് ഈ റമളാൻ മാസം എന്നുള്ളത്. അതിനായി ഇസ്ലാം നിശ്ചയിച്ച മഹത്തായ ഒരു മാർഗമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തെ കാര്യമാണ് സക്കാത്ത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരു മുസ്ലിമായ വ്യക്തി അള്ളാഹു നിർബന്ധമാക്കിയ തോതനുസരിച്ച് അഥവാ നിസാബ്, ഒരു ധനത്തിൻ്റെ സക്കാത്ത് നിർബന്ധമാക്കി തീരുന്ന പരിധി
അതിനാണ് നിസാബ് എന്ന് പറയുന്നത്. ആ നിസാബ് തോതനുസരിച്ച് നിശ്ചിത കാലയളവിൽ അതിൻ്റെ ഹൗൽ, അത് 1 വർഷം പൂർത്തിയായാൽ തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും അർഹരായവർക്ക് നൽകേണ്ട നിശ്ചിതമായ വിഹിതത്തെയാണ്, നിർബന്ധ ദാനത്തെയാണ് സക്കാത്ത് എന്നതുകൊണ്ട് ഇസ്ലാം അർത്ഥമാക്കുന്നത്. അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഖുർആനിൽ പലയിടത്തും നമസ്കാരത്തോടൊപ്പം തന്നെ സക്കാത്തിനെയും പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഖുർആനിൽ 30-ലധികം സ്ഥലത്ത് നമസ്കാരം പറഞ്ഞ ഉടനെ തന്നെ സക്കാത്തിനെയും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ പഠിപ്പിച്ചു, വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വർകഉ മഅർ റാഖീൻ. നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കുന്നവരോടൊപ്പം നിങ്ങൾ തലകുനിക്കുകയും ചെയ്യുക എന്ന് വിശ്വാസികളോട് അള്ളാഹു ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധമായി നിർവഹിക്കേണ്ട ബാധ്യതയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ യമനിലേക്ക് അയച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ അവിടുത്തെ ആളുകളിലേക്ക് മുആദ് റളിയല്ലാഹുവിനെ അയച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ അവരോട് പറയണം, അള്ളാഹു അല്ലാതെ യഥാർത്ഥ ആരാധനായി മറ്റാരുമില്ലെന്നും ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കുവാൻ താങ്കൾ അവരെ ക്ഷണിക്കണം. അതിനവർ താങ്കൾ അനുസരിച്ചാൽ, രണ്ടാമതായി പ്രവാചകൻ പഠിപ്പിച്ചു, 5 നേരത്തെ നമസ്കാരം അള്ളാഹു അവരുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് താങ്കൾ അവരെ അറിയിക്കണം. അതിനും അവർ താങ്കൾ അനുസരിച്ചാൽ, മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അതിനും അവർ താങ്കൾ അനുസരിച്ചാൽ അവരുടെ സമ്പത്തുകളിൽ അള്ളാഹു അവർക്ക് സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന കാര്യവും താങ്കൾ അവരെ അറിയിക്കുക എന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ കൽപ്പിക്കുകയാണ്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള കാര്യമാണ് സക്കാത്ത് എന്നത്. സക്കാത്ത് എന്നതിൻ്റെ ഭാഷാപരമായ അർത്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ പദത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളർച്ച, വിശുദ്ധി, ക്ഷേമാവൃത്തി എന്നെല്ലാമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ നിലക്ക് എന്തുകൊണ്ടാണ് സക്കാത്തിന് ഇത്രമാത്രം പ്രാധാന്യം ഇസ്ലാം നൽകിയത്? ഒരു മുസ്ലിമായ വ്യക്തി ഞാൻ എന്തിന് സക്കാത്ത് നൽകണം എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ നൽകേണ്ടത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളുടെയും യഥാർത്ഥ ഉടമസ്ഥാവകാശി അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ വെറും കൈകാര്യകർത്താക്കൾ മാത്രമാണ്. നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും വിത്തിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനാവശ്യമായ വെള്ളവും അതുപോലെ തന്നെ വായുവും നൽകി അതിലൂടെ ഏറ്റവും നല്ല ഫലം നൽകുന്നത് അത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ തന്നെയാണ് ലോകത്തുള്ള ഓരോ കാര്യങ്ങളും. അള്ളാഹുവാണ് ഈ സമ്പത്ത് നൽകിയിട്ടുള്ളത്. ആ സമ്പത്ത് അവനാണ് യഥാർത്ഥ അവകാശി. അതിൻ്റെ കൈകാര്യകർത്താക്കൾ മാത്രമാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ആ സമ്പത്തിനെ നമ്മുടെ മനസ്സിൻ്റെ ഇച്ഛകൾ അനുസരിച്ചുകൊണ്ട് വിനിയോഗിക്കാനല്ല അള്ളാഹു നമ്മോട് കൽപ്പിച്ചത്. അതിന് കൃത്യമായി എങ്ങനെയാണ് ഓരോ മനുഷ്യനും അവൻ്റെ സമ്പത്ത് വിനിയോഗിക്കേണ്ടത്, അവന് എങ്ങനെയാണ് അത് ചെലവഴിക്കേണ്ടത്, എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത് എന്നെല്ലാം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിശ്ചിതമായ ഓഹരി നമ്മുടെ സ്വത്തിൽ നിന്ന് അർഹരായ ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അത് നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു സാമ്പത്തിക സംവിധാനത്തിന്റെ ഭാഗമാണ് സക്കാത്ത് എന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വആതാഹും മിമ്മാലില്ലാഹി അല്ലദീ ആതാക്കും. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് അവർക്ക് നിങ്ങൾ നൽകി സഹായിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അത് ചെലവഴിക്കേണ്ടത്, ഞാൻ നൽകേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടേതല്ല സമ്പത്ത്, അത് അള്ളാഹുവാണ് യഥാർത്ഥ സമ്പത്തിൻ്റെ ഉടമാവകാശി.
അപ്പോൾ അവൻ നിശ്ചയിച്ച രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സക്കാത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു സക്കാത്ത് നൽകുന്നതിലൂടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങളാണ് അയാളെ കാത്തിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, സക്കാത്ത് നൽകുന്നതിലൂടെ, അത് നിർബന്ധമാക്കിയതിലൂടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മനുഷ്യന്റെ ആത്മസംസ്കരണമാണ്. അതിലൂടെ നമുക്കറിയാം, മനുഷ്യരായ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ സമ്പത്ത്. ആ സമ്പത്ത് നേടിയെടുക്കാൻ ഏത് ക്രൂരമായ മാർഗവും ഉപയോഗിക്കുന്നവരാണ് ലോകത്തുള്ള മനുഷ്യർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകൾ, അതിലെല്ലാം അടിസ്ഥാനപരമായി മനുഷ്യന്റെ ദുരാഗ്രഹവും സമ്പത്തിനോടുള്ള മോഹവുമാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ഇസ്ലാം യഥാർത്ഥമായൊരു സംവിധാനം നിശ്ചയിക്കുന്നത്. മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ, അവന്റെ സമ്പത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അതിനെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് മാറ്റിയെടുക്കുവാനുള്ള മാർഗമാണ്. അവന്റെ മനസ്സിനെയും അതുപോലെ തന്നെ അവന്റെ സമ്പത്തിനെയും ശുചീകരിക്കാനുള്ള മാർഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും വതുദക്കീഹിം ബിഹാ. വിശുദ്ധ ഖുർആൻ പറയാണ്, ഖുദ് മിൻ അംവാലിഹിം, സൂറത്തു തൗബയിലെ 103-ാം വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഖുദ് മിൻ അംവാലിഹിം സ്വദഖ, നീ അവരെ ശുദ്ധീകരിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നതിനുതകുന്ന ദാനം അവരുടെ സ്വത്തിൽ നിന്ന് നീ വാങ്ങുകയും ചെയ്യുക എന്ന് പ്രവാചകനോട് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സക്കാത്ത് അത് നാം നൽകുമ്പോൾ, ആ നിർബന്ധ ദാനം നൽകുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ സമ്പത്തുമാണ് ശുചീകരിക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ സക്കാത്തിൻ്റെ മറ്റൊരു വലിയ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. സമ്പത്ത് എന്നുള്ളത് ഒരിക്കലും അത് പാവപ്പെട്ടവന് ധനികർ നൽകുന്ന ഔദാര്യമല്ല, അത് അവൻ്റെ അവകാശമായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മആരിജിലൂടെ അക്കാര്യം വിശദീകരിച്ചു. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം, അവരുടെ സമ്പത്തിൽ ആവശ്യക്കാർക്കും ജീവിതമാർഗം തടയപ്പെട്ടവർക്കും നിശ്ചിതമായ അവകാശമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സക്കാത്തിനെ കുറിച്ച് പ്രവാചകൻ പറയുകയാണ്, തുഖദു മിൻ അഗ്നിയാഹിം തുറദ്ദു അലാ ഫുഖറാഹിം, സക്കാത്ത് അവരിലെ ധനികരിൽ നിന്ന് വസൂലാക്കപ്പെടുകയും അവരിലെ സാധുക്കളിലേക്ക് തിരിച്ചു നൽകപ്പെടുകയും ചെയ്യണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഈ കാര്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഏറ്റവും വലിയ പാഠങ്ങളാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫയായ ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് യമനിലെ ഗവർണറായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആദ്യ വർഷം സക്കാത്തിൻ്റെ 1/3 ഭാഗം അദ്ദേഹം മദീനയിലേക്ക് ഖലീഫയുടെ അടുത്തേക്ക് തിരിച്ചയക്കുകയാണ്. ഇത് കണ്ട ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയാണ്, താങ്കൾ എന്താണ് ഇത് ആളുകളിൽ നിന്ന് പിരിച്ചെടുത്ത് വലിയ ടാക്സ് ഈടാക്കുന്ന പോലെ ജനങ്ങൾ പിരിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കാതെയാണ് ഇവിടേക്ക് തിരിച്ചയച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഇവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്കെല്ലാം നൽകിയതിന് ശേഷമാണ് താങ്കളുടെ അരികിലേക്ക്, ഖലീഫയുടെ അരികിലേക്ക് അയച്ചതെന്ന് പറഞ്ഞു. 2ാമത്തെ വർഷം അദ്ദേഹം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് തിരിച്ചയക്കുന്നത് സമ്പത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ അത്രമാത്രം സമ്പത്തിൻ്റെ പകുതി അദ്ദേഹം, സക്കാത്ത് വിഹിതത്തിൻ്റെ പകുതി അദ്ദേഹം തിരിച്ചയക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഇതേ സമാനമായ സംസാരമുണ്ടായി. അതുപോലെ തന്നെ അവസാന വർഷമായപ്പോൾ 3ാമത്തെ വർഷം മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം യമനിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചയക്കുന്നത് സക്കാത്തിൻ്റെ മുഴുവൻ സമ്പത്തുമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ വജത്തു അഹദൻ യഖുദു മിന്നി ഷൈഅൻ, എന്നിൽ നിന്ന് സക്കാത്ത് വാങ്ങാൻ ആരെയും ഞാൻ ഇവിടെ കാണുന്നില്ല. അപ്പം അത്രമാത്രം ഫലപ്രദമായി സക്കാത്ത് പിരിക്കുകയും പാവപ്പെട്ട ആളുകളിലേക്ക് നൽകപ്പെടുകയും ചെയ്തപ്പോഴുണ്ടായ മാറ്റമാണ്. സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയുണ്ടായി മഹാന്മാരായ ആ സഹാബിമാരുടെ കാലത്ത്. ഇത് തന്നെയാണ് മഹാനായ 2ാം ഉമർ എന്നറിയപ്പെട്ട ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ കാലത്തും ഇറാഖിൽ സംഭവിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്
യഥാർത്ഥ രൂപത്തിൽ സക്കാത്തിനെ സ്വരൂപിക്കുന്നതിലൂടെ അത് വിതരണം ചെയ്യപ്പെടുന്നതിലൂടെ സംഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സക്കാത്ത് നൽകുമ്പോൾ ഒരു വിശ്വാസിയായ മനുഷ്യന് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അത് അവരുടെ വിജയികളാക്കി തീർക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനീനിന്റെ ആദ്യത്തെ വചനത്തിലൂടെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ അവരുടെ ഓരോ പ്രത്യേകതകളായി പറഞ്ഞുകൊണ്ട് അവർ നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരാണ്, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ്. മൂന്നാമത്തെ കാര്യമായി പറഞ്ഞു, വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, സകാത്ത് നിർവഹിക്കുന്നവരാകുന്നു അവർ, അതുകൊണ്ട് അവർ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ നാളെ പരലോകത്ത് ഒരു വിശ്വാസിയായ മനുഷ്യന് അയാൾക്ക് വിജയിക്കുവാൻ അയാളെ സഹായിക്കുന്ന കാര്യമാണ് തൻ്റെ സമ്പത്തിൽ നിന്ന് അദ്ദേഹം നൽകുന്ന സകാത്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സകാത്ത് നൽകുന്നവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിലൂടെ പഠിപ്പിച്ചു. വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വഅതീഉർ റസൂല ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും റസൂലിനെ അനുസരിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾക്ക് കരുണ ലഭിച്ചേക്കാം. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം, റഹ്മത്ത് നമ്മിൽ ലഭിക്കുവാൻ അതിന് സഹായിക്കുന്ന കാര്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സകാത്ത് നൽകുക എന്നത്. അതുമാത്രമല്ല, സ്വർഗപ്രവേശനത്തിന് ഒരു വിശ്വാസിയെ സഹായിക്കുന്ന കാര്യമാണ് സകാത്ത് നൽകുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വ്യക്തി അദ്ദേഹം വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, എനിക്ക് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് താങ്കളൊന്ന് അറിയിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത മറുപടി നമുക്ക് കാണുവാൻ സാധിക്കും. താങ്കൾ അള്ളാഹുവിനെ ആരാധിക്കണം, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. രണ്ടാമതായി പ്രവാചകൻ പഠിപ്പിച്ചു തുഖീമുസ് സ്വലാത്ത്. മൂന്നാമതായി പറഞ്ഞു വതുഅ്ത സകാത്ത് വതസിലുർ റഹം, നീ സകാത്ത് നൽകുകയും കുടുംബബന്ധം ചേർക്കുകയും ചെയ്യണം. അപ്പോൾ സകാത്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രവേശിക്കുന്നത് സ്വർഗത്തിലേക്കാണെന്ന കാര്യമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിത്തീരേണ്ടത്. അതുപോലെ തന്നെ സകാത്ത് കൊടുക്കുന്ന വ്യക്തിയുടെ സ്ഥാനം അയാൾ സ്വർഗത്തിൽ സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂടെ ആയിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയാണ്, ഹുദാ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ നബിയുടെ അടുക്കൽ വന്നു പറഞ്ഞു, പ്രവാചകനെ, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ഷഹിദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ് വസല്ലൈതുൽ സ്വലവാത്തിൽ ഖംസ് വസുംതു ശഹർ വഖുംതു റമളാൻ വഅതൈതു സകാത്ത്. അപ്പോൾ പ്രവാചകനോട് അടുത്തുകൊണ്ട് അദ്ദേഹം പറയാണ്, പ്രവാചകരെ, ഞാൻ താങ്കളെ അള്ളാഹു അല്ലാതെ മറ്റൊരാരാധനായി മറ്റൊരാളുമില്ല എന്നും അതുപോലെ തന്നെ താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും 5 നേരത്തെ നമസ്കാരം ഞാൻ നിർവഹിക്കുമെന്നും റമളാനിലെ നോമ്പെടുക്കുമെന്നും അതുപോലെ തന്നെ ഞാൻ സകാത്ത് നൽകുമെന്നും ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, മൻ മാത അലാ ഹാദാ കാന മിനസ് സിദ്ദീഖീന വശുഹദാ, ഇപ്രകാരം ആരെങ്കിലും മരണപ്പെട്ടാൽ അവൻ സിദ്ദീഖീങ്ങളോടൊപ്പം, സത്യസന്ധരായ ആളുകളോടൊപ്പം, അതുപോലെ തന്നെ വശുഹദാ, രക്തസാക്ഷികളോടൊപ്പമായിരിക്കും സ്വർഗത്തിലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമ്പത്തിൻ്റെ സക്കാത്ത് നൽകേണ്ടതുണ്ട്. നമ്മൾ ആ സക്കാത്ത് നിർവഹിക്കുന്നതിൽ ഒരു അമാന്തം ഉണ്ടാവാൻ പാടില്ല. ആരാണ് സക്കാത്ത് നൽകേണ്ടത് എന്ന് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു ഹിജ്റ വർഷത്തേക്ക് തൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം തൻ്റെ കൈവശം ബേസിക് ബാലൻസായി 595 ഗ്രാം വെള്ളിക്ക് സമാനമായ കറൻസിയോ കച്ചവട വസ്തുവോ കൈവശമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സകാത്ത് നൽകൽ ബാധ്യസ്ഥനാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ സകാത്ത് എന്തിനൊക്കെ കൊടുക്കണമെന്നും നമുക്ക് കാണാൻ സാധിക്കും. വർധനമുള്ള എല്ലാ കാര്യങ്ങൾക്കും സകാത്ത് നൽകണമെന്നാണ്. അഥവാ കൃഷി, സ്വർണം, വെള്ളി, അതുപോലെ തന്നെ കച്ചവടം, കാലികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സകാത്ത് നൽകണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് ആഭരണത്തിനും സകാത്ത് നൽകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്. ആ സ്ത്രീയുടെ അടുത്ത് അവരുടെ മകളുടെ കൈവശം സ്വർണമുണ്ടായിരുന്നു. ആ കട്ടിയുള്ള 2 വളകളുണ്ടായിരുന്നു. അപ്പോൾ തിരുമേനി ചോദിച്ചു, നിങ്ങൾ ഇതിൻ്റെ സകാത്ത് നൽകാറുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല. തിരുമേനി പറഞ്ഞു,
ഈ കാരണത്താൽ തീ കൊണ്ടുള്ള 2 വളകൾ അള്ളാഹു നിങ്ങളെ ധരിപ്പിക്കുന്നതിന് നിങ്ങൾ ഇഷ്ടകരമാണോ? ഉടൻ അവർ ആ 2 വളകൾ ഊരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു എന്ന് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ സക്കാത്ത് സ്വർണത്തിൻ്റെത് 10 പവനോ അതിൽ കൂടുതലോ കൈവശമുള്ളവർ ആ കൈവശമുള്ള സ്വർണത്തിൻ്റെ 2% സക്കാത്ത് കൊടുക്കണമെന്ന കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നമ്മുടെ ഭാഗത്ത് ഒരു അമാന്തവും ഉണ്ടാവാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ അത് നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചു, മാമിൻ സ്വാഇബിൻ ദഹബിൻ വലാ ഫില്ലത്തിൻ ലാ യുഅദ്ദി മിൻഹാ ഹഖ്ഖഹു ഇല്ലാ ഇദാ കാന യൗമുൽ ഖിയാമത്തി സുഫിഹത് ലഹു സഫാഇഹും മിൻ നാരിൻ ഫഉഹ്മിയ അലൈഹാ ഫീ നാരി ജഹന്നമ വയുക്വാ ബിഹാ ജംബുഹു ജബീനുഹു വലഹ്റുഹു. സ്വർണമോ വെള്ളിയോ കൈവശമുള്ളവൻ അതിൽ ബാധ്യതയായുള്ള സക്കാത്ത് നിർവഹിക്കാത്ത പക്ഷം ഖിയാമത്ത് നാളിൽ തീ കൊണ്ടുള്ള ഫലകങ്ങളായി അവയെ രൂപപ്പെടുത്തുകയും അത് നരകത്തിൽ ചൂളക്ക് വെച്ചതിന് ശേഷം അവൻ്റെ നെറ്റിയും പാർശ്വഭാഗവും പുറവുമെല്ലാം അതുകൊണ്ട് ചൂടുവെക്കപ്പെടുകയും ചെയ്യുമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമ്മെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബാധ്യതകൾ, നമ്മുടെ സമ്പത്തിൻ്റെ കണക്ക് കൂട്ടി അത് എത്ര സക്കാത്ത് നൽകാനുള്ള ആ പരിധി എനിക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ കണക്ക് കൂട്ടി കൃത്യമായി പരിശോധിച്ച് നമ്മുടെ സമ്പത്തിനുള്ള ആ വിഹിതം നൽകുവാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിനെയും സമ്പത്തിനെയും എല്ലാം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ദാനമാണ് സക്കാത്ത് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. സക്കാത്ത് നൽകിയാലുള്ള നേട്ടവും അതുകൊണ്ടുള്ള അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയുമെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, സക്കാത്ത് നാം നൽകിയില്ല എങ്കിൽ, നമ്മളത് നൽകേണ്ട ആ പരിധി നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടും നമ്മളത് നൽകിയില്ല എങ്കിൽ അത് വലിയ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലൂടെ അക്കാര്യം പഠിപ്പിച്ചു. വല്ലദീന യക്നിനൂന അസ്സഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷ വാർത്ത നീ അറിയിച്ചുകൊള്ളുക. എന്നിട്ട് ഖുർആൻ പഠിപ്പിക്കുകയാണ്, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുക്വാ ബിഹാ ജിബാഉഹും വജുനൂബുഹും വദുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. നരകാഗ്നിയിൽ വെച്ച് അവ ചുട്ടു പഴുപ്പിക്കപ്പെടുകയും അവരുടെ സ്വർണവും വെള്ളിയുമെല്ലാം ചുട്ടു പഴുപ്പിക്കപ്പെടുകയും എന്നിട്ട് അതുകൊണ്ട് അവരുടെ നെറ്റികളിലും പാർശ്വങ്ങളിലും മുതുകുകളിലും ചൂടുവെക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം അവരോട് അള്ളാഹു പറയും. എന്താണ് അവരോട് പറയും? ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. നിങ്ങൾക്ക് വേണ്ടി തന്നെ നിക്ഷേപിച്ചു വെച്ചതാണിത്. അതിനാൽ നിങ്ങൾ നിക്ഷേപിച്ചു വച്ചിരുന്നത് കൊണ്ട് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
സകാത്ത് നൽകാതിരുന്നാൽ ഈ ലോകത്ത് തന്നെ നമുക്കുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ. പ്രവാചകൻ വലം യംനഉ സകാത്ത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ. ഒരു സമൂഹം സമ്പത്തിന്റെ സകാത്ത് അവർ നൽകാതിരിക്കുന്നില്ല എങ്കിൽ ആകാശ ലോകത്തു നിന്നുള്ള മഴ അവർക്ക് തടയപ്പെടുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മാ മനഅ ഖൗമുൻ അസ്സകാത ഇല്ലാ ഇബ്തലാഹുല്ലാഹു ബിസ്സിനീൻ. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അള്ളാഹു അവരെ ഒരു ജനത അവരുടെ സമ്പത്തിന്റെ സകാത്ത് നൽകുന്നില്ല. അങ്ങനെ ചെയ്താൽ അള്ളാഹു അവരെ വരൾച്ച കൊണ്ട് പരീക്ഷിക്കാതിരിക്കുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നാളെ പരലോകത്ത് വിജയികളായി തീരുവാൻ സകാത്ത് നാം നൽകുകയും നമ്മുടെ സമ്പത്തിനെ ശുചീകരിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ അവസാനമായി നാം ശ്രദ്ധിക്കേണ്ടത്, സകാത്ത് നൽകാതെ പരലോകത്ത് ചെന്നാലുള്ള അവസ്ഥ മഹാനായ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരു അള്ളാഹു വല്ലവനും ധനം നൽകി, അങ്ങനെ ആ ധനം അവൻ സകാത്ത് നൽകിയില്ല, എന്നാൽ പരലോക ദിവസം ആ ധനം അവൻ്റെ മുമ്പിൽ കറുത്ത പുള്ളിയോടുകൂടിയ ഒരു മൂർഖൻ പാമ്പിന്റെ രൂപത്തിൽ തല പൊക്കി നിൽക്കും. ഒരു ആഭരണം പോലെ അത് അവൻ്റെ കഴുത്തിൽ ചുറ്റും. അവൻ്റെ 2 ചുണ്ടുകൾ പിടിച്ചുകൊണ്ട് ആ സർപ്പം പറയും, ഞാൻ നിന്റെ ധനമാണ്, ഞാൻ നിന്റെ നിക്ഷേപ ധനമാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുല്ലാഹു മിൻ ഫദ്ലി. തൻ്റെ ആഗ്രഹം മൂലം അള്ളാഹു നൽകിയ ധനത്തിൽ പിശുക്ക് കാണിക്കുന്നവർ അത് അവർക്ക് ഗുണകരമാണെന്ന് ഒരിക്കലും വിചാരിച്ചു പോകരുത് എന്ന ആയത്ത് കൂടി പ്രവാചകൻ അതോടൊപ്പം ഓതുകയുണ്ടായി എന്ന് നമുക്ക് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമ്പത്തിൻ്റെ ആ പരിധി എത്തിക്കഴിഞ്ഞാൽ നാം സകാത്ത് നൽകുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുക. അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധ റമദാൻ ഒരുപാട് സ്വതക്കകളും ദാനധർമ്മങ്ങളും നിർവഹിക്കുവാൻ നമുക്കുള്ള വലിയ അവസരമാണ്. അതിനുവേണ്ടി നാം പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ പള്ളിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ദീനിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പരമാവധി ചെലവഴിക്കുക. ദാനം ഒരിക്കലും സമ്പത്തിൽ നിന്ന് കുറക്കുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നാം ചെലവഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ദീനി പ്രസിദ്ധീകരണങ്ങളാണ് നമ്മുടെ അൽമനാറും വിചിന്തനവും. അതിനുവേണ്ടി അതിൻ്റെ വരിക്കാരായി നാം മാറുക. അതിലൂടെ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ഖുർആനും സുന്നത്തുമാണ്. ആ ഖുർആനും സുന്നത്തും പഠിക്കുവാൻ നാം പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ധാരാളം ആളുകൾ രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്നു. അല്ലാഹുവേ, അവരെ കടങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുകയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കുകയും ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഭയാനകരമായ കബർശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അതുച്ചരിച്ച് മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടുവാനും നീ ഞങ്ങൾക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد